സാറ ബീവി കാണാൻ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. സാറ ബീവി റളിയല്ലാഹു അൻഹയും ഇബ്രാഹിം നബിയും ഒരുമിച്ചാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. ഒരു സ്ഥലത്തെത്തിയപ്പോ അവരെ വാഹനം തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തിയതാരാണ്? ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പാറാവുകാരനാണ്. എന്തിനാ തടഞ്ഞു നിർത്തിയത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു എന്നുള്ള വിവരം രാജാവിന് കിട്ടിയിട്ടുണ്ട്. അതേ, നിങ്ങളെ ഭാര്യയല്ലേ കൂടെയുള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെന്റെ സഹോദരിയാണ്. സഹോദരിയാണ് എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹോദരിയാണെന്ന് പറഞ്ഞിട്ടും ഒഴിവാക്കിയില്ല. സഹോദരിയാണ് എന്ന് പറഞ്ഞാൽ സാധാരണ രാജാവ് വിട്ടേക്കാറുണ്ട്. ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ രാജാവ് വിടൂല. രാജാവ് അവിടെ പിടിച്ചു വെച്ച് രാജാവിന്റെ വൃത്തികേടുകൾ മുഴുവനും ആ പെണ്ണിൽ രാജാവ് ഒന്ന് രുചിച്ചു നോക്കും. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള സുന്ദരിമാരായ സഹോദരിമാരെ പിടിച്ചു കൊണ്ടുപോകുന്ന ദുർവൃത്തിയുള്ള പതിവുള്ള രാജാവാണ്. ആ രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളത് സഹോദരിയാണെന്ന് പറഞ്ഞിട്ടും വിട്ടുകൊടുത്തില്ല. കാരണം ബഹുമാനപ്പെട്ട സാറ ബീവി റളിയല്ലാഹു അൻഹാ അതീവ സൗന്ദര്യമുള്ള മഹദിയാണ്. സാറ ബീവിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ലൈസ അലാ വജ്ഹിൽ അർളി മുഅ്മിനുൻ വ മുഅ്മിനത്തുൻ ഗൈരി വ ഗൈറുകി. അല്ല സാറ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇപ്പ ഭൂമുഖത്ത് ഞാനും നീയുമല്ലാതെ ഒരു മുഅ്മിൻ വേറെ ഇല്ലല്ലോ. ഈമാനികമായിട്ട് നീ എന്റെ സഹോദരി തന്നെയല്ലേ. അതുകൊണ്ട് ഫലാ തുകദ്ദിബീനി, നീ എന്നെ കളവാക്കിയേക്കല്ലേ. രാജാവിന്റെ ഭൃത്യൻ വന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോ സാറ ബീവി റളിയല്ലാഹു അൻഹയോട് പോകാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർദ്ദേശിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ ബീവി അങ്ങ് പോയപ്പോ നേരെ നിസ്കാരത്തിലങ്ങ് നിന്നു. നിസ്കാരത്തിലേക്ക് നിന്നിട്ട് സുജൂദിൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഇന്നി അബ്ദുക വ റസൂലുക, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ റസൂലാണ്. അല്ലാഹുവേ, ഞാൻ എന്റെ ഭാര്യയുമായിട്ടുള്ള യാത്രയിലാണ്. ഞാൻ അബദ്ധവും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അക്രമിയായ രാജാവിന് എന്റെ ഭാര്യയുടെ ശരീരം തൊടാൻ അനുവാദം കൊടുക്കല്ലേ അല്ലാഹ്. നിസ്കാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു പോയി. സാറ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോയി രാജാവിന്റെ പ്രൈവറ്റ് റൂമിലങ്ങ് അടച്ചു. നല്ല സൗന്ദര്യമുണ്ടെന്ന് ഭൃത്യന്മാര് വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, എന്തൊരു സൗന്ദര്യം